السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزاً لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير. صدق الله مولانا العلي العظيم. ظهرت رسول الله من ينكر الضحى فأنت الذي للشرك والكفر غائض. ظفرت بفخر لا ينال لمرسلين بعز علاك العرش والفرش لافظ. ظهير لنا وهو المرجى لمن جنى إذا ناظرت شزرا إلينا اللواحظ. ظلال لواه ظلة لعصاتنا إذا النار منها للعصاة تغائض. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുവന്യരായ ഓക്കെ അബ്ദുൽ ഹക്കീം ഉസ്താദ് അവറുകൾ വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, കാരണവന്മാർ, ഉമ്മബന്ധന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പിഞ്ചു മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ, നമ്മുടെ മാതാപിതാക്കളെ, ഉസ്താദുമാരെ, ബന്ധുമിത്രങ്ങളെ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നൊക്കെ മരിച്ചു പിരിഞ്ഞു പോയിട്ടുള്ളവരോട് സർവശക്തനായ അല്ലാഹു പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. സൗത്ത് ചാരക്കൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടി മറ്റു പല പ്രസംഗ പരിപാടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പൊതുവെ സംഘടിപ്പിക്കപ്പെടുന്ന
വഅദ് പരിപാടികളിൽ അത് കേൾക്കാൻ വരുന്ന ആളുകളുടെ ആഗ്രഹം ഒഴുക്കൻ വഅദ്, അതിന്റെ ശൈലിയിൽ നീട്ടിവലിച്ചു പറഞ്ഞു കേൾപ്പിച്ചാൽ അതുകൊണ്ട് ചില പ്രയോജനങ്ങൾ ഉണ്ട്. എന്നാൽ ഇവിടെ സംഘാടകർക്കും സംഘടിച്ചവർക്കും ഈ വിനീതനും വേറെ ഒരു ബേജാറില്ല. പിരിവ് നടത്തണമെന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെ സാവകാശം ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ വിഷയം പറയാൻ ശ്രമിച്ചാൽ വയല് കേൾക്കുന്ന സുഖമില്ലാത്തത് കൊണ്ട് ആളുകൾ എഴുന്നേറ്റ് പോകുമെന്നോ ഒരു പേടിയില്ല. അങ്ങനെ ഒരു സ്വഭാവത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ടതായതിനാൽ ആമുഖമായി എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ചെവിയിലൂടെ കേട്ടു അടുത്ത ചെവിയിലൂടെ കളയാനുള്ളതല്ല. മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുവാനുള്ളതാണ്, പ്രയോജനപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് ഇവിഷയകമായി പരമാവധി എനിക്ക് പഠിക്കണം എന്ന നിയ്യത്തോടെ നിങ്ങൾ ഇരിക്കണം. ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തോട് തന്നെ ഞാൻ പറയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമുഖമൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. മരണവും മതനിയമങ്ങളും. അപ്പോൾ ഉദ്ദേശിക്കുന്നത് മരണാനന്തര നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് മരണാനുബന്ധ മതനിയമങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ടു മരണം സംഭവിക്കുന്നതിന്റെ മുമ്പും ശേഷവുമായി മരിക്കുന്ന വ്യക്തിയും പരിചാരകരും ചെയ്യേണ്ടതും ചെയ്തു കൊടുക്കേണ്ടതും ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ചയ്ക്ക് വരും. ഈ വിഷയം അവതരിപ്പിച്ച എല്ലാ പണ്ഡിതന്മാരും നമ്മുടെ സർവ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും വിഷയം തുടങ്ങിയത് മരണസ്മരണയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ്. എല്ലാവർക്കും മരണസ്മരണ വർദ്ധിപ്പിക്കുക എന്നത് സുന്നത്താണ്. തൗബയും റദ്ദുൽ മദാലിമും നടത്തി അതിനുവേണ്ടി ഒരുങ്ങലും സുന്നത്താണ്. എല്ലാവർക്കും സുന്നത്താണ്. വലിൽ മരീളി ആഖദു, രോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് അതിശക്തമായ സുന്നത്താണ്. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. ഒരു രോഗവുമില്ലാത്ത അരോഗ ദൃഢഗാത്രരായ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു പോകുന്നു. മിൻ ഗൈരി ഇല്ലതി, ഒരു രോഗവുമില്ല, ബാഹ്യമായി നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല, കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. എന്നാൽ എത്രയെത്ര രോഗികളാണ് കാലങ്ങളോളം മരിക്കാതെ കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് മരണസ്മരണ പൊതുവെ എല്ലാവർക്കും ആവശ്യമാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്.
എങ്ങനെയാണ് മരണസ്മരണ ഉണ്ടാവുക? അതിനെന്താണ് ചെയ്യേണ്ടത്? മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നത് കാണാം, വലൻ യതയസ്സറൽ ഇസ്തിഅദാദു ലിശൈഇ ഇല്ലാ ഇൻദ തജദ്ദുദി ദിക്രിഹി അലൽ ഖൽബ്. ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരുങ്ങൽ അത് നടക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഹൃദയത്തിൽ ഉണ്ടാകണം. വലാ യതജദ്ദദു ദിക്റുഹു ഇല്ലാ ഇൻദ തദക്കുരി ബിൽ ഇസ്റാഇ ഇലൽ മുദക്കിറാതില. ഓർമ്മയുണ്ടാകണമെങ്കിലോ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് മനുഷ്യൻ ശ്രദ്ധ കൊടുക്കണം. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. മരണസ്മരണ നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തുന്ന പല അധ്യാപനങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, പൂർവികരുടെ പ്രാമാണിക ഉദ്ധരണികളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവദിയത്തിൻ മർബൂതത്തിൻ ഇലാ ഖിബാബ്. ഒരു ടെന്റിൽ പിടിച്ചു കെട്ടിയിടപ്പെട്ട മാൻപേടയുടെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയായിരുന്നു. പുന്നാര നബിയെ ഈ മാൻപേട കണ്ടപ്പോൾ അത് കരയാൻ തുടങ്ങി. അത്ഭുതകരമായി ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് സംസാരിക്കാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒന്ന് കെട്ടഴിച്ചു വിടണം, ഞാൻ പോയി എന്റെ കുഞ്ഞിന് മുലയൂട്ടിയിട്ട് വരാം. ഈ മാൻപേട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാവരുടെ ഭാഷയും തിരിയും. അവിടുത്തെ കാരുണ്യവും റഹ്മത്തും മനുഷ്യർക്ക് മാത്രമല്ല സകല ചരാചരങ്ങൾക്കും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ആ മാൻപേടയുടെ സങ്കടം കേൾക്കുകയാണ്. നബിയേ, എനിക്കൊന്ന് പോകണം, എന്റെ കുട്ടിക്ക് മുലയൂട്ടണം, സൗകര്യമുണ്ടാക്കി തരണം. ആ സമയത്ത് ഹബീബായ നേതാവ് മാനുമായി സംസാരിക്കുന്നു. നിന്നെ ഒരാള് വേട്ടയാടി പിടിച്ചിവിടെ കെട്ടിയിട്ടതാണ്, ഞാൻ അങ്ങനെ അഴിച്ചുവിടുന്നത് എങ്ങനെ ശരിയാകും? നബിയെ, അങ്ങനെക്ക് ജാമ്യം നിന്നോളൂ, ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂലിന്റെ ജാമ്യത്തിൽ ഈ മൃഗത്തെ കെട്ടഴിച്ചു വിടുന്നു. അധികം താമസിയാതെ പോയിട്ട് മാൻപേട തിരിച്ചിങ്ങു വന്നു നോക്കുമ്പോ അതിന്റെ അകിട് കാലിയായിട്ടുണ്ട്. പോയ സമയത്ത് അകിട്ടിൽ നിറയെ പാലുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ പാല് കാണുന്നില്ല. കാട്ടിലെവിടെയോ പോയിട്ടതിന്റെ കുഞ്ഞിന് മുലയൂട്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അതിനെ പിടിച്ചു കെട്ടുന്നു. അങ്ങനെ വേട്ടാളനോട് തനിക്കതിനെ നൽകാൻ ആവശ്യപ്പെടുന്നു. അയാൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനിക്കുന്നു. ലോകാനുഗ്രഹിയായ നേതാവ് അതിനെ കെട്ടഴിച്ച് സ്വതന്ത്രയാക്കി വിടുന്നു. പിന്നെ എവിടുന്ന് പറഞ്ഞു, മനുഷ്യരെ, സുഹൃത്തുക്കളെ, ലൗ അലിമത്തിൽ ബഹായിമു മിനൽ മൗതി മാ തഅലമൂൻ. മനുഷ്യരെ, നിങ്ങൾക്കറിയുന്ന പോലെ മരണത്തിന്റെ കാര്യങ്ങൾ മൃഗങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ, മനുഷ്യരായ നമുക്ക് മരണത്തെ സംബന്ധിച്ചും അതിന്റെ ഭയാനകതകളെ കുറിച്ചുമൊക്കെ അറിയാം. അതുപോലെ ഒരറിവ് ഈ മൃഗങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ തടിച്ചു കൊഴുത്ത ഒരെണ്ണത്തെയും നിങ്ങൾക്ക് അറുത്തു തിന്നാൻ കഴിയാതെ പോകുമായിരുന്നു. ആ പേടി കൊണ്ട് മെലിഞ്ഞു പോകുമായിരുന്നു, ക്ഷീണിച്ചു പോകുമായിരുന്നു. സദഖ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണചിന്ത സജീവമായാൽ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം,
പൊതുവേ മരണസ്മരണ എല്ലാവർക്കും സുന്നത്താണെങ്കിലും വിദ്യാർത്ഥികൾക്കത് സുന്നത്തില്ല. കൽബ് ശോകലായി പോകും, ക്ഷീണം പിടിച്ചു പോകും. അത് പാടില്ല. അതവരുടെ വിദ്യാഭ്യാസത്തെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അവർക്ക് സുന്നത്തില്ല. എത്രയോ ഉദ്ധരണികൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയത്ത് അഖദ സലാസത അഅവാദ് 3 കൊള്ളിക്കഷണങ്ങൾ ഇങ്ങെടുത്തു. ഫഗറസ ഊദൻ ബൈന യദൈ അതിൽ നിന്ന് ഒരു കൊള്ളിക്കഷണം തന്റെ മുന്നിൽ ഇങ്ങനെ നാട്ടി കുത്തിവെച്ചു. വല്ലഹർ ഇലാ ജംബിഹി മറ്റേ കൊള്ളിക്കഷണം അതിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ കുത്തിവെച്ചു. പിന്നെയോ അമ്മ സാലിസ് ഫഅബഅദ മൂന്നാമത്തത് കുറെ അകലെ കൊണ്ടുപോയി കുത്തിവെച്ചു. പിന്നെ നബി തങ്ങൾ ചോദിച്ചു, അതദിറൂന മാ ഹാദാ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 6-ാം നൂറ്റാണ്ടിലെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു അധ്യാപകന്റെ മികവ് നമുക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാൻ കഴിയണം. ഏതധ്യാപകൻ? ലോകത്തിന്റെ അധ്യാപകൻ, വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ. വളരെ സമർത്ഥമായി തന്റെ ശിഷ്യന്മാർക്ക് വിഷയം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വടിയെടുക്കുന്നു, ഒരു വടി കുത്തിവെക്കുക, അതിന്റെ തൊട്ടടുത്ത് മറ്റൊന്ന് നാട്ടിവെക്കുക, വേറെ ഒരെണ്ണം എടുത്തിട്ട് കുറെ അകലെ കൊണ്ടുപോയി കുത്തിവെച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതെന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? അവര് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, മനസ്സിലായില്ല, ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഹാദൽ ഇൻസാൻ, ഈ കാണുന്നത് മനുഷ്യനാണ്. ഒരു വടിയിലേക്ക് ചൂണ്ടുന്നു. പിന്നെ പറഞ്ഞു, വഹാദൽ അജൽ, തൊട്ടടുത്തുകൊണ്ട് കുത്തിവെച്ച അടുത്ത വടിയിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നു, ഇത് അവന്റെ ആയുസ് തീരലാണ്, മനുഷ്യന്റെ നിശ്ചിതാവധിയാണ്. വദാക്കൽ അമൽ, അകലെ ഞാൻ കുത്തിവെച്ച വടിയോ അതവന്റെ കൊതിയാണ്, ആഗ്രഹമാണ്. എന്നിട്ട് പറഞ്ഞു, ഏതൊരു മനുഷ്യനും അവന്റെ ആഗ്രഹങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. ആ അകലെ നിൽക്കുന്ന ആഗ്രഹം എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ മരണം അവനെ തട്ടിയെടുക്കും. സുബ്ഹാനല്ലാഹ്. നമുക്കെല്ലാവർക്കും മരിക്കണം. അതുകൊണ്ട് അത്യാഗ്രഹങ്ങൾ കുറക്കണം. മനുഷ്യന് ഒരാഗ്രഹവും ഒരഭിലാഷവും ഒന്നും പാടില്ല എന്നല്ല ഈ പറയുന്നത്. പിന്നെയോ ഒന്ന് കഴിഞ്ഞൊന്നായി ഒരിക്കലും അവന്റെ ആശകൾ തീരുന്നില്ല, അവന്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല. അങ്ങനെ അവൻ അത്യാഗ്രഹിയായി ജീവിക്കുന്ന മനുഷ്യൻ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആഗ്രഹം എത്തിപ്പിടിക്കുന്നതിന്റെ മുമ്പേ ആയുസ് തീർന്നു പോകും എന്ന് പഠിപ്പിച്ച ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അൽ മൗതു മഅഖൂദും ബിനവാസികും, മരണം നിങ്ങളുടെ തലക്കുമേലെ ഒരു ഭീഷണിയായി ഏത് സമയത്തും നിലനിൽക്കുകയാണ്. ദുനിയാവിലെ നിങ്ങളുടെ ആയുസ്സുകൾ പിന്നിലൂടെ ചുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരണം നിങ്ങളുടെ നെറുകയിൽ ബന്ധിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആദ്യമേ പറഞ്ഞു, മരണസ്മരണ ഉണ്ടാകണമെങ്കിൽ ആ സ്മരണ ഉണ്ടാക്കുന്ന സംഗതികൾ പറയണം, അത് കേൾക്കണം. അതിനുവേണ്ടിയാണ് ഏതാനും ഉദ്ധരണികൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒന്നുകൂടി നോക്കൂ. മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമജ്ലിസിൻ ഖദ് ഇസ്തഅലാ ഫീഹി അൽളഹ്ഖു. നബി തങ്ങൾ ഒരു സദസ്സിന്റെ ഇടയിലൂടെ പോവുകയാണ്. കുറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ആഹ്ലാദിച്ച് ചിരിക്കുകയാണ് അവർ. അങ്ങനെ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുള്ള സദസ്സിനരികിലൂടെ നടന്നു പോകുന്ന പുന്നാര നബി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ശുഭൂ മജ്ലിസകും ബിദിക്രി മുഖദ്ദിറാത്തിൽ ലദ്ദാത്ത്. സുഹൃത്തുക്കളെ, ഈ സദസ്സിലേക്ക് എല്ലാ രസങ്ങളെയും കലക്കി കളയുന്ന കാര്യത്തിന്റെ ഓർമ്മയെയും കൂടി നിങ്ങൾ ചേർക്കണേ എന്ന് പറഞ്ഞു. ചിരിക്കാണ്, കളിയാണ്, വിനോദമാണ്. നബി തങ്ങൾ പറഞ്ഞു, മക്കളെ,
എല്ലാ സുഖങ്ങളെയും കലക്കിക്കളയുന്ന ഒരു സംഗതിയുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള സ്മരണയും കൂടി ഈ സദസ്സിലേക്ക് ചേരണം. അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ മുഖദ്ദിറുൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും കലക്കുന്ന സംഗതി ഏതാണ്? പുന്നാര നബിയുടെ മറുപടി അൽ മൗത്ത്, അത് മരണമാണ്. ഏതു സമയത്തും മരിക്കും, അത് സുനിശ്ചിതമാണ് എന്ന ഓർമ്മ നിരന്തരം കൽപ്പിലുണ്ടാക്കുക. എത്ര വലിയ സെക്യൂരിറ്റി വലയത്തിനുള്ളിലുള്ളവരാണെങ്കിലും സമയമാകുമ്പോൾ മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ എവിടെയാണെങ്കിലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഐനമാ കുൻതും ഐനമാ തകൂനു, സൂറത്ത് നിസായിൽ കാണാം, നിങ്ങൾ എവിടെയാണെങ്കിലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, പടുത്തുയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണ് നിങ്ങളെങ്കിലും ശരി. ഒരു മതനിയമവും കൂടി ഇവിടെ വെച്ച് പറയാം. അതായത് ചില ആളുകൾ ഒരു യാത്ര പോയി, അല്ലെങ്കിൽ ഹജ്ജിന് പോയി, വിദേശത്ത് പോയി, അവിടെ വെച്ച് മരിച്ചുപോയി. ഉടനെ ചില ആളുകൾ പറയും, ഓ അങ്ങോട്ട് പോയിരുന്നില്ലെങ്കിൽ അത് സംഭവിക്കൂലായിരുന്നു, ഇത്തവണ ഹജ്ജിന് പോയിട്ടില്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കൂലായിരുന്നു, ബോംബെയിൽ ബിസിനസ്, ഇങ്ങനെ ഒരു കൊതി അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായി, അല്ലെങ്കിൽ ഈ വിധി വരൂലായിരുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് പറയാൻ പാടില്ല എന്നാണ് മതനിയമം. ഞാൻ ആദ്യം ഓതിയ പരിശുദ്ധമായ ഖുർആനിക സൂക്തം അത് വ്യക്തമാക്കുന്നു. അവിശ്വാസികളായ ആളുകളുടെ സ്വഭാവം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന കഫറൂ, നിങ്ങൾ കാഫിറുകളെ പോലെയാകരുത്, അവിശ്വാസികളെ പോലെയാകരുത്. എന്താണ് അവരുടെ സ്വഭാവം? അവരിൽ നിന്ന് ആരെങ്കിലും യാത്ര പോവുകയോ യോദ്ധാക്കളാകുകയോ മറ്റോ ചെയ്ത് അവർക്ക് വല്ല അപകടവും വന്നാൽ, മരിച്ചുപോയാൽ അവര് പറയും, ലൗകാനു ഇൻദനാ മാ മാതു വമാ ഖുതിലു. ആലു ഇംറാൻ സൂറത്തിന്റെ 151-ാമത്തെ ആയത്താണ്. അവർ യുദ്ധത്തിന് പോയില്ലായിരുന്നുവെങ്കിൽ മരിക്കൂലായിരുന്നു, അവര് യാത്ര ചെയ്തില്ലായിരുന്നെങ്കിൽ മരിക്കൂലായിരുന്നു എന്നിങ്ങനെ പറയുന്നത് അവിശ്വാസികളുടെ സ്വഭാവമാണ്. മുസ്ലിമിന് പറയാൻ പാടില്ല. കാരണം എന്താണെന്നറിയുമോ? എല്ലാ വയലുകളിലും നമ്മൾ കേൾക്കുന്ന ഒരു ഖുർആൻ സൂക്തമില്ലേ? ഒരൊറ്റ മനുഷ്യനും അറിയില്ല അവൻ എവിടെ വെച്ചാണ് മരിക്കുക എന്നറിയില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമാ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് കാണാം. ഇദാ അറാദല്ലാഹു ഖബ്ള അബ്ദിൻ ബിഅർള്, അല്ലാഹു ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു ഭൂമിയിലിട്ട് അവന്റെ റൂഹ് പിടിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ, ജഅല ലഹു ഇലൈഹാ ഹാജാ, അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും ഒരാവശ്യമം ഉണ്ടാക്കി കൊടുക്കും. അവൻ അങ്ങോട്ട് ചെല്ലും, പടച്ച റബ്ബ് നിശ്ചയിച്ച കൃത്യസ്ഥലത്ത് വെച്ചുകൊണ്ട് റൂഹങ്ങ് പിടിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചാൽ ആ വണ്ടിയിൽ കേറിയില്ലായിരുന്നെങ്കിൽ മരിക്കൂലായിരുന്നു. ആണും പെണ്ണും ഒന്നും പറഞ്ഞു പോകാൻ പാടില്ല. വളരെ ശക്തമായ താക്കീതാണ് ആ വിഷയത്തിൽ അല്ലാഹു ഖുർആനിൽ നൽകിയിട്ടുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടായാലും, എത്ര സുശക്തമായ കോട്ടകൾക്കുള്ളിലാണെങ്കിലും സമയമാകുമ്പോൾ മരിക്കുക തന്നെ ചെയ്യും. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, إذا نزلت بساحته المنايا ومن نزلت بساحته المنايا فلا أرض تقيه ولا سماء. ആരുടെയെങ്കിലും വീട്ടുപടിക്കൽ മരണത്തിന്റെ ദൂതുമായി അസ്റായീൽ വന്നിറങ്ങിയാൽ, ആകാശഭൂമി ഒന്നടങ്കം ശ്രമിച്ചാലും പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നാം മരണത്തിന് ഒരുങ്ങണം. ഇനി അടുത്ത മതനിയമം അതാണ്. ശ്രദ്ധിച്ചോളൂ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്,
അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശിറ അശറ, 10 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തിലായി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഫഖാല റജുലുൻ മിനൽ അൻസാർ, ആ സമയത്ത് അൻസാറുകളിൽപ്പെട്ട ഒരാള് എഴുന്നേറ്റ് നബി തങ്ങളോട് ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? മൻ അഖിയസുന്നാസി വ അക്റമുന്നാസി യാ റസൂലല്ലാഹ്, മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? അഖിയസ്, നിങ്ങൾ വിദേശത്തൊക്കെ പോകുന്നവര് കേൾക്കല്ലേ, എന്തെങ്കിലും സമർത്ഥമായ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അറബികൾ പറയും കോയിസ്, അത് കയ്യിസ്, ബുദ്ധിമാൻ, അതാണ് കോയിസ് ആയത്. അത് തന്നെയാണ് അഖിയസ്. മൻ അഖിയസുന്നാസ്, സഹാബത്തിന്റെ ചോദ്യം, ഏറ്റവും ബുദ്ധിയുള്ളവൻ, വ അക്റമുന്നാസ്, ഏറ്റവും മാന്യൻ ആരാണ് നബിയേ? മറുപടി ഉടനെ വന്നുപോയി, അക്സറുഹും ദിക്റൻ ലിൽ മൗതി വ അശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു, ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഏറ്റവും ശക്തിയായി അതിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നവനാകുന്നു ബുദ്ധിമാൻ. അതിലും വലിയൊരു ബുദ്ധിമാനിന് വേറെ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഒരാള് ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി രാപ്പകൽ ഒരുപോലെ കഠിനമായി പ്രയത്നിച്ചു, അവരെന്തെങ്കിലുമൊക്കെ നേടി ആസ്വദിക്കാൻ കഴിയുന്ന ഉറപ്പുണ്ടോ? ആസ്വദിക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ കഴിയോ? ഏതെങ്കിലും ഒരു നാസ്തികനെങ്കിലും? കഴിയില്ല. കാരണം ഒരു പക്ഷേ എല്ലാം തികഞ്ഞു വന്ന അന്ന് തന്നെ അവൻ പോകേണ്ടതായി വരാം, മരിച്ചു പോകാം, നെഞ്ചത്തുകൂടി വരെങ്ങനെ ഒരു വേദന വന്നാൽ മതി. അല്ലെങ്കിൽ അയാൾ ഒരുപാട് സൗകര്യങ്ങളൊക്കെ എത്തിപ്പിടിച്ചു, നല്ല മനോഹരമായ മണിമാളികയൊക്കെ പണിതു, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണമെങ്കിലും സുഭിക്ഷമായി ജീവിക്കുവാൻ വേണ്ടതൊക്കെ ഒരുക്കി വെച്ചു. അന്ന് അയാൾക്ക് എന്തെങ്കിലും ഒരു രോഗം പിടിപെടാം, അന്നം തന്നെ പാടില്ല എന്ന് ഡോക്ടർ വിധിക്കാം. ദുനിയാവിന്റെ അവസ്ഥ ഏതാണ്? ദുനിയാവിന്റെ സ്ഥിതി ഏതാണ് സഹോദരന്മാരെ? ഡോക്ടറെ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ ചെന്ന് ആവരാതി പറഞ്ഞപ്പോ അയാള് ബ്ലഡ് എടുത്ത് പരിശോധിച്ചിട്ട് പറയുന്നു, എടോ ഇന്നു മുതൽ നീ കഞ്ഞി കുടിക്കാൻ പാടില്ല. അപ്പോഴാണ് ഈ മുതലാളി പറയുന്നത്, സാറേ ഇന്നലെ വരെ എനിക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലായിരുന്നു, ഇന്ന് ഞാൻ ഇവിടുത്തെ കോടീശ്വരനാണ്, അല്ലെങ്കിൽ ലക്ഷപ്രഭുവാണ്. അയാള് പറയും, എടോ ഇത് ദുനിയാവാണ്, ഇവിടെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നാനും കുടിക്കാനും പറ്റില്ല, ഇഷ്ടമുള്ളതെന്തും തിന്നാനും കുടിക്കാനും പറ്റുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് സഹോദരങ്ങളെ മരണമില്ല. ലാ യമൂതൂന ഫീഹാ ഇല്ലൽ മൗതത്തൽ ഊലാ വലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊലാ. സ്വർഗത്തിലെത്തിയാൽ അവിടെ പിന്നെ മരണമില്ല, അവിടെ ക്ഷീണം പിടിക്കലില്ല, ഷുഗറും കൊളസ്ട്രോളും ഉണ്ടാകലില്ല, ഒരു തരത്തിലുള്ള അലോസരതകളുമില്ലാതെ ദാറുസ്സലാം, രക്ഷയുടെ ഭവനമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച ലോകമുണ്ടല്ലോ, അത് സ്വർഗമാണ്. ആ സ്വർഗത്തിലെത്തിയാൽ പിന്നെ യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളുമില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, എവിടെയും സലാമ സലാമ മാത്രമാണ്. മണിയില്ലതേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. പടച്ചവനെ, ആ സ്വർഗം കിട്ടുവാൻ നിങ്ങൾക്കൊക്കെ ആശയുണ്ട്, പക്ഷേ അത് വാങ്ങുവാൻ അമൽ ചെയ്തിട്ടില്ലാത്ത സാധുക്കളാണ്. ഓശാരമായി നീ ഞങ്ങൾക്ക്, നിങ്ങളെ മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, കൂട്ടുകുടുംബങ്ങൾക്ക്, സ്നേഹിതന്മാർക്ക് സ്വർഗത്തിൽ ഒരിടം നൽകണേ അല്ലാഹ്. അവിടെ എത്തിയാൽ നിങ്ങൾക്ക് എന്തും കഴിക്കാം. അവിടെ എത്തിയാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിലും ചിരിക്കാം. കാരണം സ്വർഗം പടച്ച റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത് ആ രീതിയിലാണ്. ദുനിയാവ് അങ്ങനെയല്ല, ഇതൊരു താൽക്കാലിക കളിപ്പന്തൽ പോലെയാണ്. ഇവിടെ ഒരുപാട് കെട്ടിക്കൊടുക്കുകളുണ്ട്, ഒരുപാട് ബന്ധനങ്ങളുണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടല്ലാതെ ഇവിടെ ജീവിച്ചുകൂടാ. എനിക്കിതൊന്നും ബാധകമല്ല, ഞാൻ മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കൂല, അതൊക്കെ എന്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ അങ്ങനെ എന്നൊക്കെ വെറുതെ പറയാണ്, നടക്കൂല. അപ്പോൾ നിമിത്തങ്ങൾ പറഞ്ഞതോ,
ബുദ്ധിമാൻ മരണത്തിനൊരുങ്ങുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവനാണ്. കാരണം എന്താ? അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിനു വേണ്ട പണിയെടുത്ത് ജീവിച്ചു, മരിച്ചു കിട്ടിയാൽ പിന്നെ അവന് അസ്വസ്ഥതകളില്ല. അവന്റെ അധ്വാനം മുഴുവൻ അനുഭവിക്കാൻ കഴിയുമെന്ന് ഗ്യാരണ്ടിയാണ്. അതാ ഞാൻ പറഞ്ഞ നിമിത്തങ്ങളുടെ മറുപടി വളരെ കറക്റ്റാണ്. അത്ര കറക്റ്റായി മറുപടി പറയാൻ അല്ലാഹുവിന്റെ റസൂലിനല്ലാതെ കഴിയില്ല. ആരാണ് നബിയെ ബുദ്ധിമാൻ? മരണത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നവൻ. ഈ ബുദ്ധിമാന്മാരിൽ നമുക്ക് പെടാൻ കഴിയണം. അതിന് നാം ഒരുങ്ങണം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് അത് പറയാം. മതനിയമങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരണവുമായി ബന്ധപ്പെട്ട മതനിയമങ്ങൾ ശ്രദ്ധിക്കുക. വയംബഗി അൻ യസ്തഇദ്ദ ലിൽ മൗതി ബിൽ ഖുറൂജി മിനൽ മദാലിമി 1, വൽ ഇഖ്ലാഇ അനിൽ മആസി 2, വൽ ഇഖ്ബാലി അല ത്വാഅത്ത് 3. ശറഹുൽ മുഹദ്ദബിന്റെ ഇബാറത്താണ്. മരണത്തിന് ഒരുങ്ങണം. 3 സംഗതി പറഞ്ഞു. അൽ മുറാദു ബിൽ അവ്വലി അൽ മദാലിമുൽ ലത്തി ലിൽ ഇബാദ്. ഞാൻ 1 നമ്പർ ഇട്ടില്ലേ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കിടപാടുകളിൽ നിന്നെല്ലാം മോചിതരാകുക. കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കുക, പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞു തീർക്കുക. ഒബിസാനി രണ്ടാമത് കൊണ്ട് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മആസിൽ ലത്തി ബൈനഹു വബൈനല്ലാഹ്, തന്റെയും അല്ലാഹുവിന്റെയും ഇടയ്ക്ക് വന്നുപോയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. ഇനി ഇത് രണ്ടിനെയും കൂടി വേണമെങ്കിൽ നമുക്ക് തൗബ എന്ന് വിളിക്കാം. തൗബ ചെയ്യുക. അതാണ് തുടക്കത്തിൽ പറഞ്ഞു, ഒരുങ്ങണം. തൗബ ചെയ്തുകൊണ്ട് ഒരുങ്ങണം. തുലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിയ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. നാം ദോഷം ചെയ്തിട്ടുള്ളത് നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടക്കുള്ളതാണെങ്കിൽ, പടച്ച റബ്ബും അവന്റെ അടിമയും തമ്മിലുള്ള തെറ്റാണെങ്കിൽ അതിന് 3 നിബന്ധനയുണ്ട്. ഏതാണ് നിബന്ധന? ഒന്ന്, കുറ്റബോധം അവന്റെ കൽബിലുണ്ടാകണം. തെറ്റ് ചെയ്തു പോയത് ശരിയായില്ല, ഞാൻ പാദമൂന്ന് നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഭൂമിയിലാണ്, അവന്റെ ആകാശത്തിന്റെ ചുവട്ടിലാണ്, അവൻ സംവിധാനിച്ച വായുവാണ് ശ്വസിക്കുന്നത്, അവൻ ഒഴുക്കിത്തന്ന വെള്ളമാണ് കുടിക്കുന്നത്, അവൻ തന്ന അവയവങ്ങൾ കൊണ്ടാണ് ഞാൻ എന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അല്ലാഹു നോക്കരുതെന്ന് പറഞ്ഞതിലേക്ക് നോക്കിപ്പോയത് തെറ്റായി പോയി. നടക്കാൻ പാടില്ല അല്ലാഹു വിലക്കിയിടത്ത് ഞാൻ പോയത് മോശമായി പോയി. ഈ രീതിയിൽ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ ചെയ്തത് അങ്ങേയറ്റത്ത് നന്ദികേടായി പോയി എന്ന കുറ്റബോധം മനസ്സിലുണ്ടാവുക. അതാണ് 1ാമത്തെ നിബന്ധന. മുഖ്ലിയ. 2ാമത്തെ നിബന്ധന, ഏത് തെറ്റാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വിരമിക്കണം, അതിൽ നിന്ന് മാറി നിൽക്കണം. പടച്ചവനെ, സംഭവിച്ചു പോയി, ഇനി ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കണം. അത് 3ാമത്തതാണ്. ഭാവിയിൽ ഞാനിനി തെറ്റ് ചെയ്യുകയില്ല. ഈ പ്രതിജ്ഞയോടുകൂടെ എന്റെ റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ റഹ്മാനേ. ഇതാണ് തൗബ. അത് ഈ സദസ്സിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിന് പള്ളിയിൽ പോയിക്കൊള്ളുന്ന നിബന്ധനയില്ല. അതിന് വേറെ ഒരുപാട് ആളുകൾ കൂടിയിട്ട് ഒരാൾ ചൊല്ലിത്തരണം, അങ്ങനെയൊന്നുമില്ല. മനസ്സിലാണ് ശരിയായ തൗബ ഉണ്ടാകേണ്ടത്. ഇത് ഏത് സമയത്തും നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കണം എന്നാണ്. കാരണം എപ്പോഴാ മരിക്കാന്നറിയില്ലല്ലോ. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം. എപ്പോഴാ മരിക്കുക അതറിയില്ല.
فإنك لا تدري إذا جن ليل هل تعيش إلى فجري. രാത്രിയായാൽ ഫജ്റാകുമോ, നേരം വെളുത്തു കിട്ടുമോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് വേഗം പണിയെടുത്തോ. അഹ്കിമിസ്സഫീന, മോനെ കപ്പലിന്റെ കേടുപാടുകളൊക്കെ തീർത്തു വെച്ചോ. ഇന്നൽ ബഹറ അമീഖ്, നിനക്ക് യാത്ര ചെയ്യുവാനുള്ള കടൽ വളരെ ആഴം കൂടിയതാണ്. വസ്തക്ഫിരിസ്സാദ്, ഭക്ഷണം കുറച്ച് കൂടുതൽ കരുതിക്കോ. ഫഇന്ന സഫറ തവീൽ, യാത്ര വളരെ ദൈർഘ്യം കൂടിയതാണ്. എല്ലാ ഒരുക്കങ്ങളും വേഗം പൂർത്തിയാക്കി നിന്നോ. ശഫീഉനാ റസൂലുള്ളാഹി, ഒരുക്കങ്ങളൊക്കെ വേഗം റെഡിയാക്കി നിൽക്കണം. ഏത് സമയത്തും നമുക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് എപ്പോഴും തൗബ. ഇത് പറയുമ്പോ ഞാൻ എന്റെ ചെറുപ്പക്കാര് കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളൊക്കെ ജീവിതത്തിന്റെ പല ദുർഭഗമായ നിമിഷങ്ങളിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ആഖിറു സമാനിൽ എന്തൊക്കെയോ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകാം. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആ തരത്തിലുള്ള ഒരു ഓഫർ നമുക്ക് നൽകുന്നുണ്ട്. നമുക്കത് വലിയ പ്രതീക്ഷ നൽകുകയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ, നബിയേ, തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ എന്റെ അടിയങ്ങളെ വിളിച്ചിട്ട് പറയൂ നബിയേ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടണ്ട എന്ന് പറയൂ നബിയേ. പരിശുദ്ധമായ ഖുർആനിൽ ആ സൂക്തമുണ്ട്. അതുകൊണ്ട് ചിന്തിക്കുക, എന്നെ പടച്ച എന്റെ റബ്ബ്, എന്റെ രക്ഷിതാവ് കാരുണ്യവാനാണ്, അവൻ ശിക്ഷിക്കുന്നവനാണ്. പക്ഷേ ശിക്ഷിക്കുന്നവൻ എന്ന വിശേഷണത്തെക്കാൾ മികച്ചു നിൽക്കുന്നത് രക്ഷിക്കുന്നവൻ എന്ന വിശേഷണമാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിൽ 113 തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടല്ലയോ. റഹ്മാനും റഹീമും, കാരുണ്യവാൻ, കരുണാനിധി, പരമദയാലു, ഈ വിശേഷണം അത്യുത്കൃഷ്ടമായ അല്ലാഹുവിന്റെ നാമങ്ങളാണ്. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പഠിപ്പിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ജീവിതത്തിൽ വന്നുപോയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഈ തൗബ നാം ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഞാൻ ഇനി തെറ്റിലേക്ക് മടങ്ങുകയില്ല പ്രതിജ്ഞയെടുത്തു. വീണ്ടും ഒരു തെറ്റ് സംഭവിച്ചു പോയാലോ വീണ്ടും അതുപോലെ പ്രതിജ്ഞയെടുക്കുക, തൗബ ചെയ്യുക. അതാണ് അതിന്റെ പരിപാടി. നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി തൗബയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾ കേട്ടതെല്ലാം ഈ പ്രസംഗത്തിന്റെ കൂടെ ഒന്ന് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക. ഇനി നാം ചെയ്തു പോയ തെറ്റ് മനുഷ്യരോടാണെങ്കിലോ അള്ളാഹുവിന്റെ പടപ്പുകളോടാണെങ്കിലോ സൃഷ്ടികളോടാണെങ്കിലോ അത് വല്ലാത്ത ഒരു പുലിവാല് തന്നെയാണ്. വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി, മനുഷ്യരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളിൽ നിന്നും രക്ഷപ്പെടുക. ഇത് കുറെ പ്രയാസമേറിയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മളിപ്പോ മരണവും മതനിയമങ്ങളുമാണ് പറയുന്നത്. ഈ വിഷയം കേൾക്കുകയാണ്, പഠിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു, പരമാവധി ആരോടും ഒരു ബാധ്യത വരുത്തി വെക്കാതെ ജീവിക്കാൻ നോക്കുക. ബാധ്യത വരുത്തി വെച്ചാ പിന്നെ അതിൽ നിന്ന് തല ഊരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. തല ഊരിലെങ്കിലോ അതിനെ തൊട്ടുള്ള തൗബ സ്വീകരിക്കപ്പെടില്ല. മനുഷ്യന്മാരുമായിട്ടുണ്ടാക്കി വെച്ച ഇടപാട്, പടച്ചവനെ ഞാൻ പലരെയും ദ്രോഹിച്ചു പോയി, എന്റെ അയൽക്കാരനെ ബുദ്ധിമുട്ടിച്ചു പോയി, എന്റെ വാപ്പാടെ
ജ്യേഷ്ഠ സഹോദരൻ, എന്റെ മൂത്താപ്പ അല്ലെങ്കിൽ എന്റെ കൊച്ചാപ്പ, അവരുടെ മക്കളും ഞാനും തമ്മിൽ അതിർത്തർക്കം ഉണ്ടാക്കി, കുഴി തോണ്ടി, കേസ് കൊടുത്തു. ഞാൻ നല്ല സാമ്പത്തിക ശേഷിയും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവനായിരുന്നു. ഞാൻ നല്ല മിടുക്കനായ ഒരു വക്കീലിനെ വെച്ചു. അയാൾ സമർത്ഥമായി കള്ളം പറഞ്ഞത് കൊണ്ട് കേസെനിക്ക് അനുകൂലമായി. പടച്ചോനെ പൊറുച്ചേരണേ. അത് അള്ള പൊറുക്കൂല. അത് അള്ളട്ട് പൊറുക്കാനും പാടില്ല. അത് പൊറുക്കണവരെ പടച്ചോനെ നമുക്ക് വേണ്ട. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് മനുഷ്യരുമായി പടച്ചോൻ നിങ്ങൾ 1000 തെറ്റ് ചെയ്തു, 1001ാമത്തെ പ്രാവശ്യം എന്റെ റബ്ബേ എനിക്ക് പൊറുക്കണേന്ന് പറഞ്ഞാൽ അല്ലാഹു പൊറുക്കാൻ ഏറെ സാധ്യതകളുണ്ട്. ഇതിന് വളരെ എത്രയോ ചരിത്രങ്ങൾ സാക്ഷിയാണ്. പക്ഷെ അങ്ങോട്ട് കടന്നാൽ ഈ വിഷയം 10 ദിവസം പറഞ്ഞാലും തീരാതായി പോകുന്നതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കാതിരിക്കുകയാണ്. അല്ലാഹു എത്ര വലിയ കാരുണ്യവാനാണ്. അതേ സമയത്ത് മനുഷ്യന്മാരാകുന്ന നമ്മൾ അങ്ങനെയൊന്നും പൊറുക്കൂല. നല്ല തിരക്കുള്ള ബസ്, അതിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോ അറിയാതെ ഒരുത്തന്റെ കാലയിൽ പതുക്കെ നമ്മളെ ചെരുപ്പൊന്ന് തട്ടിപ്പോയി. സോറി അല്ല, ആയിക്കോട്ടെ അപ്പൊ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടർ ഇങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് അയാൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ ഒന്നും കൂടി തട്ടിപ്പോയപ്പോവാന് എന്താണ് സോറി. മൂന്നാമതെങ്ങാനും ഇനി ഒന്നുകൂടി അറിയാതെ നമ്മുടെ കയ്യോ കാലോ മറ്റോന്റെ ശരീരത്തിലെങ്ങാനൊന്ന് തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ ജിഹാദല്ലേ ബസ്സിൽ. മനുഷ്യരാകുന്ന നമ്മൾ പൊറുക്കാൻ തയ്യാറല്ല. അതുപോലെ എത്ര ഉദാഹരണങ്ങൾ ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് പരമാവധി ബാധ്യതകൾ വലിച്ചു വെക്കാതെ നോക്കുക. ഇവിടെ ഞാൻ എന്റെ സഹോദരിമാർക്ക് ഒരു ഉപദേശം തരാം. അതായത് നമ്മുടെ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആലോചിക്കണം, എന്റെ ഭർത്താവിന് എന്താണ് വരുമാനം, എന്താണ് ജോലി, മാസത്തിൽ എന്താണ് കിട്ടുന്നത്, എന്ത് മിച്ചമുണ്ടാകും, ഇങ്ങനെ ഒരാവശ്യം ഇദ്ദേഹത്തിനടുത്ത് പറയാൻ പാടുണ്ടോ ഇല്ലേ? ഈ ആവശ്യം നമുക്ക് അത്രമേൽ നിർബന്ധമുള്ള ഒരു സംഗതിയാണോ? ഇവിടെ ഒരു ഫ്രിഡ്ജിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വേണം, ഇതില്ലെങ്കിലും ജീവിച്ചൊക്കെ പൊയ്ക്കൂടെ? ഒരു ഫ്രിഡ്ജ് ഉണ്ടായാൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു പാചക ദിനമായി ആചരിക്കാം. എല്ലാം ദിനമാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സഹോദരിമാര് വീട്ടില് പാചക ദിനമായിട്ട് ഒരു ദിവസം ആചരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂട് പിടിപ്പിച്ചിട്ട് ഇതെല്ലാം കൂടി ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. പിന്നെ ഓള് മറ്റേ ആ സീരിയൽ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ സമയം ചെലവഴിക്കാൻ. അങ്ങനെ ഒരു ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ വല്ല ഭക്ഷണത്തിനൊക്കെ ചൊല്ലുമ്പോ ഇന്നലെ മനിയാന്നൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ എടുത്തു വരും. വളിച്ചതാൽ നിറക്കുള്ള പൊളിച്ചതാൽ നിറക്കുള്ള നിന്നെ അല്ലാതെ നമുക്ക് നിർത്തില്ല. കാരണം നമ്മൾ മറ്റേ പെട്ടിയടം കൊണ്ടേ സൗകര്യം ചെയ്ത് ഓൾക്ക് സീരിയൽ കാണാതിരിക്കാൻ പറ്റുമോ? ഇരിക്കട്ടെ. അപ്പോ ആലോചിക്കുക, ഇങ്ങനെ ഒരു ഫ്രിഡ്ജിന്റെ കുറവ് ഇതിനിപ്പോ ഒരു 10 അല്ലെങ്കിൽ 11, 12, 13 രൂപയെങ്കിലും ഞാനിതിപ്പോ പറയാൻ പറ്റുമോ പറ്റൂലേ? ആലോചിക്കുക. ഇതിപ്പോൾ അത്ര അത്യാവശ്യമുള്ളതല്ല, ഇതെന്റെ ഭർത്താവിനോട് ഇപ്പോൾ പറയണ്ട എങ്കിൽ പറയരുത്. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു പെണ്ണ് ഇതിങ്ങനെ പറഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം കേൾക്കുമ്പോ ഈ ചെറുപ്പക്കാരന് തോന്നും, പടച്ചോനെ ഈ ഹിന്ദിപ്പാട്ട് നിർത്താതെ നിർത്തിയില്ല, ഓൻ വല്ല ചിട്ടിയോ വട്ടിയോ പണ്ടാറോ എന്തെങ്കിലും, പിന്നെ അത് വാങ്ങിക്കൊണ്ടുവന്ന് കടക്കണിയിലായി. നമ്മുടെ രാജ്യത്ത് മിക്കവാറും എല്ലാ ദിവസങ്ങളും വരുന്ന പത്രങ്ങൾ ആത്മഹത്യകളുടെ വിവരങ്ങളുമായാണ് വരുന്നത്. ആത്മഹത്യ ഈ വിഷയത്തിൽ ഉള്ളതാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു 100 മണിക്കൂർ പ്രസംഗം അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇതും പറയുന്നത്. ആ 100 മണിക്കൂറിൽ 1 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മഹത്യ എന്ന വിഷയം മാത്രം പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ വിഷയത്തിന്റെ ഭാഗമായി തൽക്കാലം ഞാൻ പറയില്ല, പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഇത് ഒരു 4-5 മണിക്കൂറിലെങ്കിലും തീർക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇരിക്കട്ടെ, ഈ ആത്മാഹുതികളിൽ അവസാനിക്കുന്ന പലതും ഒരു പ്ലാനിങ്ങിന്റെ കുറവാണ്. ആവശ്യമില്ലാത്തത് ടിവിയിൽ പല പരസ്യങ്ങളും കാണും, അതിന്റെയൊക്കെ പിന്നാലെ ഇവിടെ പോകും, ഇതിന് പറയും, പ്രേരിപ്പിക്കും, അവൻ എവിടുന്നെങ്കിലും കടം വാങ്ങും. ഞാൻ പറയട്ടെ, അങ്ങനെ അത്യാവശ്യമില്ലാത്ത ആർഭാടങ്ങൾക്ക് വേണ്ടി ഒന്നൊരു മനുഷ്യനോട് കടം വാങ്ങാൻ പോലും പോകരുത്, ബാധ്യത വരുത്തി വെക്കരുത്. പിന്നെ അക്രമമായിട്ട് അനീതിയായിട്ടൊന്നും വേറെ ഒരാളുടേതും അപഹരിച്ചു പോകരുത് എന്ന് പറയാനില്ലല്ലോ. അതുപോലെ നാവുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക, കൈകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക, ഒരാൾക്ക് അഗോചരമായി അല്ലെങ്കിൽ ഒരാളുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന വിധം നമ്മുടെ കൈകൊണ്ട് എഴുതാതിരിക്കുക, നമ്മുടെ നാവുകൊണ്ട് പറയാതിരിക്കുക, പറഞ്ഞാൽ എഴുതിയാൽ
അവിഹിതമായി വല്ലതും നമ്മുടെ പോക്കറ്റിൽ വന്നുപോയാൽ അതിൽ നിന്നൊക്കെ ഊരി തടി സലാമത്താക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മഹാന്മാര് പറയുന്നത് നോക്കൂ, ലാ തഗ്തബന്ന ഹദൻ ഫളലൻ അനിൽ ഉലമാ വലൗ ബിസഹ്ബിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഅഫൂ. നീ ആരെ സംബന്ധിച്ചും ആരോപണം പറയാൻ പോകണ്ട, ഗീബത്ത് പറയണ്ട, പരദൂഷണം നടത്തണ്ട, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞു കൊടുങ്ങണ്ട. വലൗലി സഹ്ബിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഅഫൂ. പണ്ഡിതന്മാരുടെ മാംസത്തിൽ വിഷമുണ്ടടോ, അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയാലും നീ കുടുങ്ങിപ്പോകും. അറിയാതെയാണ് നമ്മൾ പറഞ്ഞത്, വിഷം അറിയാതെ കഴിച്ചാൽ കുടുങ്ങുകയില്ലയോ? അതാണ് റസാനത്തിൽ മഹമൂദുൽ ഖാഹിരി പറയുന്നു, ഇന്നദ്ദുആഫ മതാ മാ കുൻത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഹു. എടുത്തു കുടിക്കുന്നത് വിഷമാണെന്ന് അറിയില്ല, അറിയാതെ കുടിച്ചാലും നീ കാലിയായി പോകൂലയോ? അതുപോലെയാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് അറിയാതെ പോലും പറഞ്ഞു കുടുങ്ങണ്ട, അവരെ മാംസത്തിൽ വിഷമുണ്ട് കേട്ടോ. ഇനി ഒരു ഉപദേശം നോക്കൂ, മനുഷ്യ, നീ നിന്റെ ശരീരത്തിന്റെ പോരായ്മകൾ, കുറവുകൾ എന്തൊക്കെയാണെന്നൊന്ന് ചികഞ്ഞന്വേഷിക്കണം. അതിന് തയ്യാറായാൽ മറ്റൊരുത്തന്റെ കുറ്റവും കുറവും നോക്കാൻ നിനക്ക് നേരം കിട്ടുകയില്ലല്ലോ. ഒരു ന്യൂനതയും ഒരു തകരാറുമില്ലാത്തവൻ ആരുണ്ടോ ഇവിടെ? ആരുണ്ട്? നമ്മൾ വേറൊരുത്തന്റെ കുറ്റവും കുറവും പറയാ പോകുമ്പോൾ ആണും പെണ്ണും ഒക്കെ ശ്രദ്ധിച്ചോളണം. വെറുതെ കേൾക്കാനുള്ളതല്ല ഈ പരിപാടി. ഇത് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. പടച്ചവനെ, നാളെ നേരം വെളുത്ത് കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്തവളാണ് ഞാൻ. നാളെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ പോയാൽ തിരിച്ചെന്റെ വീട്ടിലെത്തുമോ എന്ന് ഉറപ്പില്ലാത്തവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ ഇരുന്നിട്ട് ഒരാൾക്ക് പാര വെക്കൂല. ഈ പ്രസംഗം കേൾക്കുമ്പോ നിങ്ങൾ പൊതിഞ്ഞെടുത്തോളണം എന്നുള്ള പരിപാടിയാണ് ഈ പറയുന്നത്. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് മേലുദ്യോഗസ്ഥന് മുമ്പ് പോയി അത് പരാതിപ്പെടുന്നു. അപ്പോഴൊക്കെ ആലോചിക്കണം, എനിക്കെന്തൊക്കെ പോരായ്മയാണുള്ളത്, ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ടോ, ഞാൻ അവര് പാര പണിയുന്നത് അർത്ഥത്തിലാണ്. വേറെ ഒരുത്തന്റെ പോരായ്മ കണ്ടുപിടിക്കാൻ പോകുന്നതിന്റെ മുമ്പ് നീ നിന്റെ സ്വന്തം പോരായ്മകൾ കാണാൻ പോവുക. ആരുണ്ട് ഇവിടെ ഒരു തകരാറുമില്ലാത്തവൻ? പറ, ആരുണ്ട് ഇവിടെ? ഒരു തകരാറുള്ള ഗ്യാസ് നമ്മളെങ്കിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനുഷ്യ, നീ ഈച്ചയെ പോലെയാകരുത്. ഈച്ചയുടെ സ്വഭാവം എന്താണെന്നറിയോ? ഒരാളെ എന്ന് കണ്ടാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ വടിവത്ത ഒരു തകരാറുമില്ലാത്ത എത്രയെത്ര ഇടമുണ്ട്, അവിടെയൊന്നും ഈച്ച ഇരിക്കൂല. എവിടെയെങ്കിലും ഒരു വ്രണമുണ്ടെങ്കിൽ ആ വ്രണത്തിൽ മാത്രമേ ഈച്ച പോയിരിക്കുള്ളൂ. അതുപോലെ ആളായി പോകരുത്. വെറുതെ പറയാൻ പറ്റുന്നതും വെറുതെ കേൾക്കാൻ പറ്റുന്നതും നല്ലത്. ഞാനും ആലോചിക്കണം, നമ്മളൊക്കെ ആലോചിക്കണം. ചായക്കടയിലൊക്കെ ഇരുന്നിട്ട് എന്തെല്ലാം അഭിപ്രായങ്ങളാണ് നമ്മൾ പറയാം, എന്തെല്ലാം കുറ്റവും കുറവുകളുമാണ് നമ്മുടെ ചർച്ചയിൽ വരിക. നാലാളൊരുത്തിൽ കൂടിയാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആരുടെയൊക്കെ ഇറച്ചി തിന്നിട്ടുണ്ടാവും, മരിക്കാൻ കിടക്കുകയാണ്. ആ സമയത്ത് മനുഷ്യൻ ആലോചിക്കുന്നു, പടച്ചവനെ, ഹക്കടപാടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. മരണവും മതനിയമങ്ങളും എന്ന ഒരു വിഷയത്തിന്റെ പ്രസംഗം കേട്ടു ഞാൻ, അല്ലെങ്കിൽ അതിന്റെ CD കണ്ടു. ആ സമയത്ത് മരണത്തിന് ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ പറഞ്ഞു തീർക്കേണ്ടതൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പണ്ഡിതനെ സംബന്ധിച്ച് ഇന്ന പോലെ പറഞ്ഞല്ലോ, കുടുങ്ങില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെ സംബന്ധിച്ചും പരമാവധി കുറ്റവും കുറവും ഒന്നും പറയാതെ ജീവിക്കാൻ പ്രതിജ്ഞയെടുത്താൽ നടക്കുന്ന കാര്യം. പിന്നെ ഹക്കടപാടുകൾ ഉണ്ടാക്കാതെ നോക്കുക. ഉണ്ടായിപ്പോയാലോ ഇത് സ്വാഭാവികമാണല്ലോ. ഒരാളോട് എന്തെങ്കിലും വാങ്ങേണ്ടതായി വരും, ചിലപ്പോ കടം വാങ്ങിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു തന്നേക്കാം, നമ്മള് ഒരാളോട് ഒരു 5000 രൂപ ഒരാവശ്യത്തിന് വാങ്ങുമ്പോ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? പിന്നെ ഒരു മാസത്തെ നേരം വേണം.
ഓക്കെ, 5000 രൂപ എടുത്തു വന്നു. ആ ക്യാഷ് വാങ്ങി നമ്മൾ ഇങ്ങോട്ട് വന്നു, വീട്ടിലെത്തി, കാര്യങ്ങൾ നടത്തി. ഉടനെ തന്നെ ഇതേ വരുന്നു അപ്രതീക്ഷിതമായിട്ടൊരു 10,000. എന്താ ചെയ്യാ? ആ 5000 രൂപക്ക് ഒരു മാസത്തെ അവധി ഉണ്ടല്ലോ, ഒരു മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി. ദയവായിട്ട് അങ്ങനെ വിചാരിക്കരുത്. എന്ത് ചെയ്യാന്നറിയോ? അവധി എത്തിയിട്ടില്ലെങ്കിലും ഞാൻ തൽക്കാലം ഈ 5000-ന് അല്ലെങ്കിൽ 50,000-ന് എനിക്ക് ആവശ്യം വരുമെന്ന് വിചാരിച്ചു. ഞാൻ ചെന്ന് 50,000 ചോദിച്ചു, കിട്ടി. പക്ഷെ എനിക്കിപ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 1,00,000 വന്നിരിക്കുന്നു. ഈ കടം വേഗം വീട്ടട്ടെ എന്ന് തീരുമാനിച്ചോളാം. അത് വേഗം വീട്ടിക്കൊള്ളാം, അവധി എത്താൻ കാത്തു നിൽക്കണ്ട. കാരണം വെറുതെ പറയല്ല. നിങ്ങൾ നോക്കൂ, ഒരു പള്ളിയിൽ, പല പള്ളികളിൽ ഇമാമായി സേവനമനുഷ്ഠിക്കാൻ ഈ കുറഞ്ഞ പ്രായത്തിനിടയിൽ സാധുവായി എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളൊക്കെ ആകസ്മികമായി മരിക്കും, മയ്യത്തുകൊണ്ട് വരും, മുന്നിൽ വെക്കും. അങ്ങനെ മക്കൾ പറയും, വാപ്പ പെട്ടെന്നാണല്ലോ മരിച്ചത്, ഉസ്താദിന് അറിയാലോ, ഒരു പൊതുപ്രവർത്തകനാണ്, പലരുമായും പല നിരക്കും ബന്ധപ്പെട്ട ആളാണ്, പെട്ടെന്ന് അറ്റാക്കായി മരിച്ചു. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മക്കളാണ്, ഏറ്റോളാണ് ഉസ്താദ് ഒന്ന് വിളിച്ചു പറയണം. റെഡി, മൈക്കാട വെച്ചു, ഒന്ന് തട്ടി മുട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മാന്യദേഹത്തിന്റെ തികച്ചും ആകസ്മികമായ നിര്യാണത്തിൽ നമുക്കൊക്കെ അതിയായ സന്തോഷമുണ്ടല്ലോ. സോറി, നമുക്കുണ്ട്. ചിലപ്പോ അങ്ങനെയും പറഞ്ഞു പോവും. കാരണം ഉസ്താദിന് പാരാച്ചാളാ മരിച്ചതെങ്കിൽ പ്രത്യേകിച്ചും പറയും. ഇരിക്കട്ടെ, നമുക്കൊക്കെ ദുഃഖമുണ്ട്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തികമായ ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് തീർക്കുക, അല്ലെങ്കിൽ പൊരുത്തപ്പെടുക. ഈ പ്രസംഗം കഴിഞ്ഞു. നിങ്ങൾ ഇനി ആലോചിക്കണം, എന്റെ ഈ അനൗൺസ്മെന്റ് കേട്ട മയ്യത്ത് സ്വീകരിക്കാൻ വന്ന ആ സദസ്സിൽ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയിൽ നിന്ന് 5000 രൂപ ലഭിക്കേണ്ട ഒരു കക്ഷിയുണ്ട്. എന്നാൽ അവൻ എന്താ ചെയ്യേണ്ടത്? ഒന്നിരിക്കൽ അവൻ ആലോചിക്കുക, പടച്ചവൻ 5000 രൂപ ഞാൻ ഇനി ആരോടും പറയുന്നില്ല, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് വേണം? എന്റെ അനൗൺസ്മെന്റ് കേട്ട വകയിൽ ആ കക്ഷി ഇദ്ദേഹത്തിന്റെ മക്കളുമായി ബന്ധപ്പെട്ടിട്ട് പറയണം, ഉസ്താദ് പള്ളിയിൽ പറഞ്ഞിരുന്നു, വാപ്പാണ് എന്റെ അടുത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച 5000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഒക്കെ ഉള്ളത്, നിങ്ങൾ ഇപ്പൊ തന്നെ തന്നോളൊന്നൊന്നുമില്ല, അങ്ങനെ ഒന്നും ഉണ്ട്, ഇത്രയും പറഞ്ഞാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? ഗുരുത്വമുള്ള മക്കളാണെങ്കിൽ അപ്പൊ തന്നെ കൊടുത്തിട്ട് ആ മനുഷ്യരെ സലാമത്താക്കും. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയേണ്ടതാണ്, ഇപ്പൊ പറയാം. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി, ഒരു വിശ്വാസിയുടെ ആത്മാവ് കടത്തിൽ കുടുങ്ങി നിൽക്കും, അത്യുന്നതങ്ങളിലേക്ക് ഉയരാൻ കഴിയാതെ കുടുങ്ങി പ്രതിസന്ധിയിൽ നിൽക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇപ്പൊ ഗുരുത്തുള്ള മക്കളാണെങ്കിൽ ആ ഇടപാടൊക്കെ വേഗം തീർക്കും. അതുപോലെ വാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത മനുഷ്യരാണെങ്കിൽ അതിന് നിയമത്തുള്ള സമയത്താ മരിച്ചതെങ്കിൽ അതിന് വേണ്ടത് മാറ്റിവെക്കും. സക്കാത്ത് വല്ലതും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ കൊടുത്തു തീർക്കാൻ സംവിധാനം ചെയ്യും. അതിന് വിവരവും ഗുരുത്വവും പൊരുത്തമൊക്കെ ഉള്ള മക്കളാണെങ്കിൽ അത് ചെയ്യും. എന്നാൽ ഈ പോത്തത് പറയോ വന്നിട്ട് അതില്ല. അതാണ് രസം. ഇവൻ മനസ്സിൽ പൊരുത്തപ്പെടുകയുമില്ല, മക്കളോട് ഒന്നും പറയില്ല. പിന്നെ ഇവൻ എന്താ ചെയ്യാ? നേരെ വീട്ടിലേക്കോട്ട് വരും. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കുട്ടിയത്ത വരങ്ങിനെ മാതിരി ആ വീടിന്റെ ഉമ്മരത്ത് ഒരു കസേരയൊക്കെ ഇട്ടിട്ട് കാൽമക്കാലും വെച്ചിട്ട് ഇരിക്കുക. ഭാര്യ അകത്തുനിന്ന് നോക്കിയപ്പോ അവൾക്ക് മനസ്സിലായി ഇതെന്തോ പന്തിയല്ല. അവള് പതുക്കെ ഇങ്ങനെ വന്നിട്ട്, മൂപ്പലാൻ എന്താ ഇവിടേക്കൊക്കെ എന്താ പറയാവോ, എന്താ പറയാ, ഭർത്താക്കന്മാർ ഇക്ക അതൊക്കെ പറയില്ലേ? അതങ്ങനെയൊക്കെയാണ്. പണ്ട് അങ്ങനെ ഒന്നും പറയില്ലേ. പണ്ട് ഇക്കാന്നൊന്നും പറയില്ല, ഇപ്പൊ ഇക്കാന്നൊക്കെ പറയും. എന്തൊക്കെ ആയിക്കോട്ടെ, ഞാൻ പോയത് ആറാമാന്നൊന്നും പറയില്ല. പക്ഷെ ഇപ്പൊ ഇക്കാന്ന് വിളിച്ചാൽ ഇപ്പൊ ഈ താടി മുടിയൊക്കെ നിരച്ച് കഴിഞ്ഞ് പൂപ്പാന്ന് വിളിച്ചാ അതും കേൾക്കേണ്ടി വരും. ആ വിഷയം പറയാം. ഇവള് വന്നിട്ട്, മൂപ്പലാനെ എന്ത് പറ്റിങ്ങൾക്ക്? ഇവരൊന്നും മിണ്ടണില്ല. എന്നാൽ നിങ്ങളൊന്ന് തുറന്നു പറ മനുഷ്യൻ, എന്നല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അപ്പൊ അവൻ പറയാണ്, വാഴ ചെന്ന് മുള്ളിലേക്ക് വീണാലും മുള്ളു വന്ന് വാഴയിലേക്ക് വീണാലും വാഴക്ക് തന്നെയല്ലേ കേട്. എന്താ എന്നാ ഇപ്പൊ ഈ സാഹിത്യമൊക്കെ പറഞ്ഞു തുടങ്ങിയത്? പത്രം പോലും വായിക്കാൻ അറിയാത്ത ഈ പായന് പഠിച്ചവനെ കുടിഞ്ഞു ഞാന്. ഇവര് വല്ല ഭദ്രകാളിയോ തക്കാളിയോ എന്തെങ്കിലും കൂടിയോ? ഇവിടെ ആലോചിക്കാണ്. അല്ല മനുഷ്യങ്ങൾ കാര്യം തുറന്നൊന്നും പറ, നിങ്ങൾ മരിച്ചോടത്തൊന്നും പോയില്ലേ? അതന്നെ ഈ പറയണത്. ചൂടാക. എന്താണ് സംഭവം? എന്ത് സംഭവം? 5000 രൂപ ഇട്ടാണ്ടായിരുന്നു, അത് പോയി കിട്ടി. അതന്നെ. ഇതൊക്കെ സഹോദരന്മാരെ നമ്മുടെയൊക്കെ
നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, പരമാവധി കടക്കണിയിലൊന്നും കുടുങ്ങാതിരിക്കുക. കുടുങ്ങിപ്പോയ നമ്മെ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ. പടച്ചവനെ, ഒരു കടവും ബാക്കി നിൽക്കുന്ന സമയത്ത് മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ തരരുതേ റഹ്മാനേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആലോചിച്ചോളണം. അതുകൊണ്ട് പരമാവധി അതിൽ പെടാതെ നോക്കുക. പെട്ടുപോയാൽ വേഗം രക്ഷപ്പെടാൻ ശ്രമിക്കുക, കൊടുത്തു തീർക്കുക. എന്ന് നോക്കിക്കോളൂ. അതിന്റെ രീതി കൊടുത്തു തീർക്കുക, അല്ലെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കുക. ഈ കക്ഷി മരിച്ചുപോയാലോ, നമ്മൾ ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാൻ, അയാൾ മരിച്ചുപോയി, എന്ത് ചെയ്യണം? രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കല്ലോ വേണ്ടത്. വേഗം കൊണ്ടുപോയി അത് മക്കളെ ഏൽപ്പിക്കണം. മക്കളെ, പാപ്പാക്ക് ഞാൻ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു, നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത് പിടിച്ചോളി, ബിസ്മില്ലാ. ഇത് മക്കളെ അനന്തരാവകാശികൾക്ക് കൊടുക്കുക. ഇനി നോക്കോ, ഫൈൻ ഫുഖിദ മാലിക്കുഹു, മത നിയമങ്ങളാണ് പറയുന്നത്. ഫൈൻ ഫുഖിദ മാലിക്കുഹു വവാരിസുഹു, ഉടമസ്ഥനില്ല, അനന്തരാവകാശികളില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുണ്ട്, ആർക്കാ കൊടുക്കേണ്ടതെന്ന് അറിയില്ല, കൊടുക്കാനുള്ളത് ആർക്കാന്നറിയില്ല. ഒരാൾ ബോംബെ പോയി കുറെ ബിസിനസ് ചെയ്തിട്ടുണ്ട്, മദ്രാസിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ദുനിയാവിന്റെ പല ഭാഗത്തും പല ഇടപാടുകളും ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെയോ എന്തൊക്കെയോ കൊടുക്കാനുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒന്നും ചെയ്യും. അങ്ങനൊന്നും വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞാണ് ശരി, അതിനൊന്നും ശരിയായ ഒരു മാർഗം ഉണ്ടാവില്ല. പക്ഷേ ഏത് ചോദ്യത്തിനും ഒരു മറുപടി എന്ന് നിനക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഫക്കീറന്മാർക്കും മിസ്കീന്മാർക്കും സദഖ ചെയ്യാം. എന്നിട്ട് ഈ പടച്ചവനെ, ആരുടെയെങ്കിലും ഹക്ക് എന്തെങ്കിലും എന്റെ ചോരയിൽ കലർന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്റെ സമ്പാദ്യത്തിലുണ്ടെങ്കിൽ, ഞാൻ ഈ സദഖ ചെയ്യുന്നത് അവരുടെയൊക്കെ പേരിലാണ്, അവർക്കൊക്കെ നീ വമ്പിച്ച പ്രതിഫലം നൽകണേ എന്നൊക്കെ ദ്വാരക്കുക. അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കുക എന്നല്ലാതെ വഴിയുണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരിക്കാനൊക്കെ, മരണം ആസന്നമായി വരുമ്പോഴേക്ക് തന്നെ അർത്തു കൊടുക്കലും അതുപോലെയുള്ള സദഖകളൊക്കെ ചെയ്യുന്നതായി കാണുന്നു. അതൊക്കെ ഇതുപോലെയുള്ള ചില മത നിയമങ്ങളുടെ വെളിച്ചത്തിൽ ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചോളണം. ഇനി ഇവന് നിവൃത്തിയില്ല, കൊടുക്കാനുണ്ട്, 10,000 റുപ്യ ഇയാൾക്ക് കൊടുക്കാനുണ്ട്. മകളെ കല്യാണത്തോടനുബന്ധിച്ച് 10 വർഷം മുമ്പ് വാങ്ങിച്ച 25,000 ഇന്നയാൾക്ക് കൊടുക്കാനുണ്ട്. പക്ഷേ യാതൊരു നിവൃത്തിയില്ല. എന്നാ പിന്നെന്താ ചെയ്യാ? നവൽ അദാ മതാ ഖദർ, എപ്പോ കഴിവുണ്ടായാലും റബ്ബേ ഞാനത് കൊടുത്തു വിട്ടും എന്ന് മനസ്സിൽ പ്രതിജ്ഞയെടുക്കുക. പടച്ച റബ്ബിനോട് ദ്വാരക്കുക, വല്ലാതെ വഴിയില്ല. അതുപോലെ നോക്കിക്കോളൂ. വൽ മുഖ്താബു, ഗീബത്ത് പറഞ്ഞു പോയി, ഒരാളെ സംബന്ധിച്ച് കുറ്റാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി. ആരെപ്പറ്റി ഗീബത്ത് പറഞ്ഞവനോട് പൊരുത്തപ്പെടിപ്പിക്കണം. പൊരുത്തപ്പെടിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ എന്ത് ചെയ്യണം? ഇസ്തഗ്ഫറ ലഹു, അവന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. അതല്ലാതെ വഴിയില്ല. നമ്മൾ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞു പോയി, അയാളെ കാണാനും പൊരുത്തപ്പെടിപ്പിക്കാനും നിവൃത്തിയില്ലാതെ വന്നാൽ അവന് വേണ്ടി പടച്ചവനെ നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് ദ്വാരക്കനെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ കൂട്ടുപ്രാർത്ഥനയൊക്കെയല്ലേ പള്ളിയിൽ നടക്കണ, 5 വക്ത് നടക്കണ കൂട്ടുപ്രാർത്ഥന. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് കൂടി പള്ളിയിൽ ഇരുന്നാൽ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റും. ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ, പടച്ചവനെ ഞങ്ങൾക്ക് പൊറുക്കണേ, ഞങ്ങളെ മാതാപിതാക്കളോട് കരുണ കാണിക്കണേ. വലിയ ഉസ്താദീന, ഞങ്ങൾ ഉസ്താദുമാർക്ക് മാപ്പ് കൊടുക്കണേ തമ്പുരാനേ. വലിയ സുഹാജിന വലിയ ഔലാദിന വലിയ അഹ്ബാബിന, അല്ലാഹുവേ നിങ്ങളെ ഭാര്യമാര്, മക്കള്, പ്രിയക്കാർ. വലിമൻ ഔസാനാ ബിദ്ദുആ വലിമൻ ലഹു ഹഖ്ഖുൻ അലൈനാ, ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹക്കടപാടുകൾ ഉണ്ടെങ്കിലേ അവർക്കൊക്കെ പൊറുക്കാൻ വേണ്ടി ദ്വാരക്കുകയാണ്. രാമീൻ പറഞ്ഞാൽ ആഖിറത്തിൽ രക്ഷപ്പെടും. കാരണം ഈ കൂട്ടുപ്രാർത്ഥനയും ആ പ്രാർത്ഥനയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ചീക്കിരി പിള്ളേരല്ല. ഇതിനൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് കിടക്കണേ പുത്തനാശയക്കാര്, ചീക്കിരി പിള്ളേരുണ്ടല്ലോ, അവരല്ല, മഹാന്മാരായ തലവെടുപ്പുള്ള പണ്ഡിതന്മാരാണ്. ഇരിക്കട്ടെ. അപ്പോ അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അഭാഗവും ഇനി നിർത്തുകയാണ്. ഇന്ന് ശ്രദ്ധിച്ചോളൂ. ഒരുപാട് മത നിയമങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ
ഇനി ഇങ്ങനെ കാത്തു നിൽക്കുക എന്നത് പൊതുവെ എല്ലാവർക്കും വേണ്ടതാണ്. എന്നാൽ രോഗിക്കോ മരണശയ്യയിലുള്ളയാൾക്കോ വളരെ അത്യാവശ്യവുമാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു രോഗിയെ ഇനി അങ്ങ് സങ്കല്പിക്കാം. കാരണം രോഗി മരിക്കുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് രോഗിയെ മുന്നിൽ സങ്കല്പിച്ചാൽ വിഷയത്തിന്റെ ക്രമീകരണത്തിന് സഹായകമാകും. അതുകൊണ്ട് ഇവിടെ ഒരു രോഗിയുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ രോഗി, അയാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യേണ്ടതും അദ്ദേഹത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുമായ കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഓരോന്നോരോന്ന് പറയാണ്. ഒരാള് രോഗബാധിതനായാൽ അവിടെ ഒരു മത നിയമമാണ് അദ്ദേഹത്തെ സന്ദർശിക്കുക എന്നത്. രോഗിയെ സന്ദർശിക്കുക എന്നത് മറ്റുള്ളവർക്ക് സുന്നത്താണ്. വളരെ വലിയ കൂലിയുള്ള സുന്നത്ത്. അതിന്റെ മഹത്വം വിവരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. മൻ ആദ മരീവൻ, ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നൊരു വിളിയാളമുണ്ടാകുന്നു. നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തത്, നിങ്ങളുടെ ഓരോ ചവിട്ടടികളും പരിശുദ്ധമായിരിക്കുന്നു. സ്വർഗത്തിന് നിങ്ങൾ ഒരു സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നു. ആകാശത്തിൽ വിളിച്ചു പറയുന്നത്. ഇങ്ങനെ ഒരു മതനിയമം ഉള്ളതായി അറിഞ്ഞു ഈ കൂലി കിട്ടണമെന്ന നിയ്യത്തോടുകൂടി നമ്മൾ എത്ര രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് ആലോചിക്കുക. ഇല്ലെങ്കിൽ അറിഞ്ഞോളൂ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ പറയാം, നമ്മളെ കുടുംബത്തിലൊക്കെ പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗമൊക്കെ വന്നാലൊന്നും പോണ പതിവുണ്ട് എന്നല്ലാതെ നമ്മളെ ജമാഅത്തിൽ ഒരാൾ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അറിഞ്ഞാൽ അവിടെ നിന്ന് പോയി കാണാന്നുള്ള ഒരു സുന്നത്തുള്ള വിവരം എത്ര ആൾ നടപ്പിലാക്കലുണ്ട്? അയാൾ ഒരു രാഷ്ട്രീയ നേതാവാണ്, അയാൾ അടുത്ത ഇലക്ഷനിൽ ജയിക്കാനും MLA ആകാനും സാധ്യത ഉണ്ട്, അതുകൊണ്ടൊന്ന് പോട്ടെ, എനിക്ക് ഉരുത്തിക്കൊള്ളുന്നില്ല. ഇത് ഇസ്ലാമിന്റെ ഒരു സുന്നത്താണ്. ഒരാൾക്ക് ചെങ്കണ്ണ് രോഗം ബാധിച്ചാൽ പോലും ഈ സുന്നത്തുണ്ട് ഉള്ള നിയമങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ പോകുമ്പോ എന്ത് ചിന്തിക്കണം എന്നറിയോ? എല്ലാരും പോണുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ മോശാവൂലേ വിചാരിച്ചു പോയാ കൂലി കിട്ടൂലട്ടോ. സദക്ക കൊടുക്കണ ചില ആളുകൾ കൂലി രക്ഷപ്പെടുത്തുന്നവര് എല്ലാരും കൊടുത്തു. ഭാര്യ, നിങ്ങൾ എന്തെങ്കിലും കൊടുത്തോ? എല്ലാരും കൊടുത്തല്ലോ, നെല്ലിമനിയാന്നൊക്കെ. ഇവിടെ പിരിവില്ലട്ടോ, പേടിക്കണ്ട, ഇവിടെ പിരിവില്ല. എല്ലാരും കൊടുത്തില്ലേ? ഒരു വയറ് നടക്കുന്ന സദസ്സിനെ പറ്റി ഭാര്യ രാത്രിയാലും പറയാം, എല്ലാരും കൊടുത്തു, നിങ്ങളും എന്തെങ്കിലും ഒന്നുകൊണ്ട് കൊടുത്താളേ. ഭാര്യ പറയാ, ഓള് പറഞ്ഞാ പിന്നെ റെഡിയാ. ചില ആൾക്കാരുണ്ട് അങ്ങനെ. ഉസ്താദിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം നാളെ വീട്ടിലേക്കോട്ടല്ലേ, ഞാൻ ഓളോടൊന്ന് ചോദിക്കട്ടോ, എന്ത് ചെയ്യാനാ, ഇരിക്കട്ടെ പോ. അങ്ങനെ എല്ലാരും കൊടുത്തില്ലേ, ഞങ്ങളും എന്തെങ്കിലും കൊടുത്താളി, എന്നാ ഞാനും കൊടുക്കും, ഒരു 1000 കൊടുത്താൽ മതി, 1000 കൊടുത്താളി. അതിന് പഠിച്ചോമ്പത്ത് കുലിട്ടിക്കൊള്ളുന്നില്ല. എത്ര വലിയ പ്രതിഫലാണ് ഈ വാഗ്ദാനം ചെയ്യുന്നത്. ഒരാള് ഒരു രോഗിയെ സന്ദർശിക്കൽ എന്റെ മുത്ത് നബി സുന്നത്താക്കിയ ഒരു സംഗതിയാണെന്നുള്ള നിലക്ക് രോഗിയെ സന്ദർശിക്കാൻ അങ്ങ് ഇറങ്ങിയാൽ ആകാശത്ത് നിന്ന് വിളിച്ചു പറയാണ്, നിങ്ങളുടെ ഓരോ ചവിട്ടടിയും പവിത്രമായിരിക്കുന്നു. നിങ്ങൾ സ്വർഗത്തിൽ ഒരു സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നു. പിന്നെ അവിടെ അറിയണം, അത്രയൊക്കെ വലിയ കൂലി ഇതിന് വാഗ്ദാനം ചെയ്യുമ്പോ, ഒരാള് ഒരു രോഗിയെ ചെന്ന് സന്ദർശിക്കുമ്പോ ഇന്നത്തെ ലോകത്തെ മാറിയ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവുകൾ, ഇദ്ദേഹത്തിന് എന്ത് രോഗമാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ തിരിച്ചറിവ്, അയാളുടെ ചികിത്സക്ക് എത്ര ആയിരങ്ങളാണ് വേണ്ടത് എന്ന ബോധം, ഇതൊക്കെ ഉൾക്കൊള്ളുകയും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയും ഒക്കെ എന്നത് ഈ സന്ദർശനത്തിന്റെ ഒരു ലക്ഷണം, ഒരു ലക്ഷ്യം തന്നെയല്ലേ? ബോധമൊക്കെ നമുക്കുണ്ടായിരിക്കണം. നോക്കൂ, നിങ്ങൾ ഒരു ഹദീസ് കൂടി കേൾപ്പിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂലു യൗമൽ ഖിയാമത്തി യാ ഇബ്ന ആദം, മനുഷ്യരെ വിളിച്ചിട്ട് അല്ലാഹു പറയും, മരിയുതു, ഞാൻ രോഗിയായി, ഫലം തഊദിനി, നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? ആര്? അല്ലാഹ്.
അടിമകളോട് പറയാണ്, പടച്ചോൻ പറയട്ടെ, എനിക്ക് രോഗം പിടിച്ചിട്ട് നീ എന്തേ കാണാൻ വരാഞ്ഞത്? അപ്പൊ ഖിയാമത്ത് നാളിൽ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് യാ റബ്ബി കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, എന്റെ റബ്ബേ നീ ലോകരക്ഷിതാവല്ലയോ, നിന്നെ ഞാനെങ്ങനെ സന്ദർശിക്കാനാ, നിനക്കെങ്ങനെ രോഗം വരാനാ? ഇത് തിരിച്ചങ്ങ് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മറുപടി അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള, എടോ നീ അറിഞ്ഞില്ലേ എന്റെ ഇന്നാലിന്ന അടിമ രോഗിയായ വിവരമറിഞ്ഞില്ലേ? ഫലം തഉദുഹു, എന്നിട്ട് നീ അവനെ ഒന്ന് സന്ദർശിച്ചില്ലല്ലോ, അവന് വേണ്ട സഹായങ്ങൾ ചെയ്തില്ലല്ലോ. അമാ അലിംത, നിനക്കറിയില്ലേ അന്നക ലൗ ഉത്തഹു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ ലവജത്തനീ ഇൻദാ, ആ രോഗിയെ സന്ദർശിച്ച സമയത്ത് എന്റെ സ്നേഹവും എന്റെ പൊരുത്തവും നിനക്ക് അവിടെ കിട്ടുമെന്ന വിവരം നിനക്കറിയില്ലയോ എന്ന് ഖിയാമത്ത് നാളിൽ അല്ലാഹു ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, രോഗം വന്ന ആളുകളെ സന്ദർശിക്കലും അവരെ ആശ്വസിപ്പിക്കലും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കലും ഒക്കെ പോലെ വലിയ പുണ്യമുള്ള സംഗതികളാണ്. ലൗലം യകുല്ലി ഗൈനൽ ഇൻസാനി സാഖിയതു ഇലൽ മസാകീനി മം തദ്ദത ലഹുൻ നിഅമു, മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന്, മനുഷ്യന്റെ ഐശ്വര്യത്തിൽ നിന്ന് സാധുക്കളിലേക്ക് പ്രവഹിക്കുന്ന ഒരു ചാല് ഉണ്ടായിരിക്കണം. മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന് സാധുക്കളിലേക്ക് ഒഴുകുന്ന ഒരു വഴി നാം വെട്ടിവെച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്നറിയുമോ? അങ്ങനെ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമ്പത്ത് തന്നെ നിലനിന്നുകൊള്ളണമെന്നില്ല. ഫകുല്ലു സൈലിൻ ലഹു മിൻ ഹൗലിഹി ആരിമു ലൗലൽ കലീമതു ലം യസ്ബുത് വലൽ അരിമു. വലിയ വലിയ ജലസംഭരണികളില്ലേ, ആ ജലസംഭരണികളിൽ ഒരു നിശ്ചിത അളവ് കഴിഞ്ഞ് വെള്ളം മേലോട്ട് കയറിക്കഴിഞ്ഞാൽ ജലസംഭരണി തുറന്നുവിടുക. അധികം വരുന്ന ജലം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ഷട്ടറങ്ങ് തുറന്നിട്ടില്ലെങ്കിൽ വെള്ളവും നിലനിൽക്കുകയില്ല, അണക്കെട്ടും തകർന്നു പോകും. എന്നതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നിഅമത്ത് ചെയ്യുമ്പോ ആ നിഅമത്തിൽ നിന്ന് സാധുക്കളിലേക്ക് ഒഴുകേണ്ടത് അങ്ങോട്ട് പ്രവഹിച്ചിട്ടില്ല, നിറഞ്ഞു നിൽക്കുന്ന ജലസംഭരണിയുടെ ഷട്ടർ തുറക്കാതിരുന്നാൽ അണക്കെട്ട് ഒട്ടാകെ തകർന്നു പോകുന്നത് പോലെ സമ്പത്ത് തകർന്നു പോകാം. സൂക്ഷിച്ചോളണം. ഞാൻ പറയാ, കുടുംബത്തിലൊക്കെ വളരെ പ്രയാസപ്പെടുന്ന പല രോഗികളും ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും. ചികിത്സാ സഹായം, ചികിത്സാ ചെലവുകൾ താങ്ങാനാകാതെ കണ്ണീര് വാർക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുക, കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. മര്യാദ ശ്രദ്ധിച്ചോ. ആവശ്യമില്ലാതെ അവിടെ ഒരുപാട് സമയം ചെലവഴിക്കരുത്. നമ്മൾ രോഗിയെ കാണാൻ പോയതാണ്, പടച്ചോനെ മരണാനുബന്ധ മുറകൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഇതുവരെ മരിച്ചിട്ടില്ല, സമയം 1.5 മണിക്കൂറായി. ഞാൻ പറയാ, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഒരു 2 മണിക്കൂർ കൊണ്ട് ഇത് മൊത്തണ്ട് പറഞ്ഞു തീർക്കാൻ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, നമ്മളൊരു പണിയെടുക്കുകയാണ്. ഒരു പക്ഷെ അന്ത്യനാളോളം ഇത് നിലനിന്നാലോ, ഓരോ പോയിന്റിൽ ഒരു മണിക്കൂറിൽ നിന്ന് ഒരു ഹർഫ് ഒരാൾക്ക് ഉപകാരം കിട്ടിയാൽ നിങ്ങളും പറയുന്ന ഞാനും ഇതിന്റെ പ്രവർത്തകരെല്ലാവരും ഒരുപോലെ വലിയ അനുഗ്രഹീതരായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. പറയാനുള്ളത് മുഴുവൻ നമുക്ക് പറഞ്ഞു തീർക്കാം. നോക്കുക, ഈ രോഗിയെ സന്ദർശിക്കാൻ പോയ ആള് പാലിക്കേണ്ട ഒരു മര്യാദയാണ് അവിടെ ഒരുപാട് സമയം ചെലവഴിക്കരുത്. വേറെ 1-2 മര്യാദ ഇപ്പൊ തന്നെ പറയാം. ഓടിയാണ് ചെന്ന് കയറിയാണ്, ഉറങ്ങിപ്പോയി. ഉറങ്ങരുത് കേട്ടാ. ഏതോ ഒരു പാത്തുമ്മ, ഏതെങ്കിലും പാത്തുമ്മ ഉറങ്ങുന്നുണ്ടെങ്കിൽ എണീച്ചിരിക്കട്ടെ. അവിടെ ആരൊക്കെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അവർ ഉറങ്ങിയാൽ അവർക്ക് ഇത് പഠിക്കാൻ പറ്റില്ലല്ലോ. ഓടിയാണ് ചെന്ന് കയറിയത്. കാരണം രോഗിയാണ്, അയാൾ എങ്ങനെയാ കിടക്കുന്നത്, അദ്ദേഹം എന്തെങ്കിലും വല്ല പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ചെന്ന് വീട്ടിലേക്ക് കിടക്കാൻ അനുവാദം കിട്ടി വീട്ടിൽ കടന്ന് നമ്മൾ അവിടെ ഇരിക്കുമ്പോ തന്നെ ആ രോഗിയുടെ പരിചാരകരാരെങ്കിലും ശരി വന്നോളൂ, ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറയുമ്പോ നമ്മൾ അവിടെ ചെന്ന് കയറണം. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അതിനിപ്പോ നിങ്ങൾ പടച്ചോനെ അല്ലാഹു നമുക്ക് ശിക്ഷാക്കി തരട്ടെ, നല്ല വാക്കൊക്കെ പറയാം. അങ്ങനെ അധികം സമയം അവിടെ ചെലവഴിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ വേഗം പോന്നോളാം. അല്ല,
ഞാൻ അവിടെ ഇരിക്കുന്നത് ഈ രോഗിക്ക് ഗുണമാണ്, അയാൾക്ക് അതിൽ സന്തോഷമാണ്, ഈനാസിന് വകയുണ്ട് എന്നായിരിക്കാം, നല്ലതാണ്. അല്ലെങ്കിലോ വേഗം സ്ഥലം കാര്യമാക്കി കൊടുത്തോളാം.